ഹായ് ഫ്രണ്ട്സ്, നമ്മൾ 2025 നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ്, അതായത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൽ നടന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ രണ്ട് പാർട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. 1 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് രണ്ട് പാർട്ടുകളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ മുകളിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് അതൊന്ന് കാണാം. അതിൽ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് അതിലാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ പാർട്ടാണ്. ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് 21 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ എവിടെ നിന്നൊക്കെയാണ് ഏത് ഏരിയ എന്നാണ് വന്നതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ആദ്യം. അത് കണക്റ്റിൻ്റെ ഫാക്ട്സ് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ആ ഒരു ഏരിയ വന്നിട്ടുള്ള ഏരിയ ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് പറയാം. കാരണം ഇതെന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏതൊക്കെ ഏരിയ ഇപ്പം പൊളിറ്റി ആണെങ്കിലും ആ പൊളിറ്റി എന്നുള്ള സബ്ജക്റ്റിൽ നിന്ന് ഏത് ഏരിയ ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഓക്കെ, 21ാമത്തെ ക്വസ്റ്റ്യൻ രാജ്യസഭയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യനും ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണ് കേട്ടോ. ഫുൾ ക്വസ്റ്റ്യനും പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. 22ാമത്തത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി 23-ൽ പ്രീവിയസ് ആയിട്ട് ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതായത് DPSP എന്നുള്ള പൊളിറ്റി സെക്ഷനിൽ DPSP ഞങ്ങൾക്കറിയാം, ഡയറക്ടറി പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസിന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് വേറൊരു രീതിയിലാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ജസ്റ്റ് ഒന്ന് മാറ്റം വന്നിട്ടുണ്ട്. ഇത് കറണ്ട് അഫെയർ ആണ്. 24ാമത്തെ ക്വസ്റ്റ്യൻ കറണ്ട് അഫെയർ ആണ്. 25ാമത്തെ ക്വസ്റ്റ്യനും സിമ്പിളായിട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്കത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കിയവർക്ക് ഏകദേശം അത് മനസ്സിലാവും. 26ാമത്തതും കറണ്ട് അഫെയറിൽ പെടുത്താം, കാരണം ഇപ്പോഴത്തെ മന്ത്രി ആരാണെന്നാണ് ചോദിക്കുന്നത്. കറണ്ട് അഫെയറിന് നിങ്ങൾ നോക്ക്, ഇതിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഒത്തിരി ക്വസ്റ്റ്യൻസ് വെച്ചാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് അടുത്തൊരു സെഷനിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. കേരളത്തിൻ്റെ വകുപ്പ് മന്ത്രികൾ ചോദിച്ചിട്ടുണ്ട്, അതേപോലെ കേന്ദ്രത്തിൻ്റെ വകുപ്പ് മന്ത്രികൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ വകുപ്പ് മന്ത്രികളും ഓരോ പൊസിഷനിലിരിക്കുന്ന ആളുകളുടെ പേരുകളും നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. 27ാമത്തതും പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്, മൊത്തം പ്രീവിയസ് ഇയർ ആണ്. 28ഉം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്, RT ആയിട്ട് ബന്ധപ്പെട്ടത്. ഓക്കെ, 29 എത്രയോ പ്രാവശ്യം പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യനാണ്. 30 കണ്ടോ, 30ാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി. ഞാനത് കറണ്ട് അഫെയറിൽ ഉൾപ്പെടുത്തുകയാണ്, കാരണം ഇത് ചേഞ്ച് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ കറണ്ട് അഫെയറിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ 21 മുതൽ 30 ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരു 2 കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ മാറ്റിയാൽ ബാക്കിയുള്ള 7-8 ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരിക്കുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിലെ മറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് എന്ത് ചെയ്യുക ഒന്ന് നോക്കാം. മറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 21 മുതലുള്ളതിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സുകളും എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. ഫസ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. നമ്മൾ ചെയ്യാൻ പോകുന്നത് 21ാമത്തെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. 21. ഓക്കെ, ഇതാണ് 21ാമത്തെ ക്വസ്റ്റ്യൻ. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത്. ഓക്കെ, ശരിയായിട്ടുള്ളത് മാത്രം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? 3/2 ഭാഗം അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. ഇത് തെറ്റായുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ശരിക്കും ഇതിൻ്റെ ശരിയായുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഇതിലെ ഒരു നമ്പർ, രാജ്യസഭയായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളൊരു നമ്പർ ഓർത്ത് വെച്ചാൽ, ഇപ്പോൾ 1, 3, 2 എന്നുള്ള നമ്പർ ഓർത്ത് വെച്ചാലില്ലേ കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടും. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലൊരു ബാർ ഇട്ട് കൊടുത്താൽ 1/3 അംഗങ്ങൾ 2 വർഷം കൂടുമ്പോൾ, ഓക്കെ, 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നു. ഇതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അതായത് 3/2 ഭാഗങ്ങളല്ല, എന്താണ് 1/3 ഭാഗം അംഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്, 2 വർഷം കൂടുമ്പോൾ പിരിഞ്ഞു പോകുന്നത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. രണ്ടാമത്തതോ, രാജ്യസഭ സ്ഥിരം സഭയാണ്. ഇതൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. രാജ്യസഭ സ്ഥിരം സഭയാണ്, ശരിയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു, ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. പിന്നെയുള്ളത് എന്താ? ധനബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല, അത് ലോകസഭയ്ക്ക് മാത്രമേ ഉള്ളൂ. ധനബില്ല്, മണി ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ലോകസഭയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ 2, 3, 4 സ്റ്റേറ്റ്മെൻറ്റുകളാണ് എന്ത് ശരിയായിട്ടുള്ളത്. അപ്പോൾ 2, 3, 4 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ C ആണ് ഇതിൽ ശരിയായിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഒരു നമ്പർ നിങ്ങൾ ഓർത്ത് വെക്കുക. ഏത്? 1, 3, 2 ആ ഒരു ഓർഡറിൽ തന്നെ ഓർത്ത് വെച്ചാൽ ഒരു ഗുണമുണ്ട്. ഞാൻ പറഞ്ഞു 1/3 ഭാഗം അംഗങ്ങൾ 2 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യും, പിരിഞ്ഞു പോകും. അതേപോലെ ഈ ലാസ്റ്റിലത്തെ 2 നമ്പർ മൾട്ടിപ്പിൾ ചെയ്താൽ എത്ര കിട്ടും? 2, 3, 6. അതാണ് ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി. ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 6 വർഷമാണ്. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല കേട്ടോ, അതിലെ അംഗത്തിന് മാത്രമാണ് കാലാവധി. അതാണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണെന്ന് പറയുന്നത്.
ഓക്കെ, അതിന് അംഗങ്ങൾ 6 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യും, പിരിഞ്ഞു പോകും. ഇനി നിങ്ങൾക്ക് സ്ക്വയർ ചെയ്യാറില്ലേ, ഈ ലാസ്റ്റിലത്തെ 3ൻ്റെ സ്ക്വയർ, അതായത് 3 2 അല്ല ലാസ്റ്റ് വരുന്ന നമ്പേഴ്സ്, 3 സ്ക്വയർ ചെയ്താൽ 9 എണ്ണം കിട്ടും. 9 സീറ്റുകളാണ് എന്ത് കേരളത്തിൽ സംസ്ഥാനത്തിന് രാജ്യസഭാ സീറ്റുകളുള്ളത്. 9 സീറ്റുകളാണ്. ഓക്കെ, അത് ഞാൻ താഴെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, കേരളത്തിന് 9 സീറ്റുകളാണ് രാജ്യസഭയിലുള്ളത്. ഓക്കെ, അപ്പോൾ 132 എന്നുള്ള നമ്പർ ഓർത്ത് വെച്ചാൽ ഒരു 3-4 ഫാക്ട്സുകൾ എന്ത് ചെയ്യും അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ഇനി രാജ്യസഭയായിട്ട് ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ആർട്ടിക്കിൾ ഏതിലാണ് രാജ്യസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ആർട്ടിക്കിൾ 80 ആണ്. ഓക്കെ, ആർട്ടിക്കിൾ 80 രാജ്യസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി രാജ്യസഭയിലെ മാക്സിമം അംഗങ്ങളുടെ എണ്ണമാണ് എത്ര? 250 മാക്സിമം അംഗങ്ങൾ. പക്ഷേ ഇപ്പം മാക്സിമം അംഗങ്ങൾ ഉണ്ടോ? അവിടെ ഇല്ല, 250 ഇല്ല. ഇപ്പോൾ 245 പേരേ ഉള്ളൂ. 245 പേരേ ഉള്ളൂ. അതിൽ എപ്പോഴും 12 പേരെ എന്തായിരിക്കും പ്രസിഡൻറ്റ് നോമിനേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പ്രസിഡൻറ്റ് നോമിനേറ്റ് ചെയ്യുന്നതായിരിക്കും 12 പേരെ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ സച്ചിനൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രസിഡൻറ്റ് നോമിനേറ്റ് ചെയ്തിട്ടാണ് രാജ്യസഭയിലേക്ക് എത്തിയത്. അതായത് പല മേഖലകളിലും കഴിവ് തെളിയിച്ച ആളുകൾ, ആർട്സ്, സ്പോർട്സ്, കൾച്ചറൽ, അങ്ങനെ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെന്ത് ചെയ്യും, രാഷ്ട്രപതി അതിലേക്ക് നോമിനേറ്റ് ചെയ്യും. സോ ആ നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളുടെ എണ്ണമാണ് ഇത് 12 പേര് കേട്ടോ. 12 പേര് ഓർമ്മിക്കണേ. ഇത് രാജ്യസഭയിലെ കാര്യമാണ്, ലോകസഭയിലേക്ക് നമ്മൾ പോയിട്ടേ ഇല്ല. അപ്പോൾ ഇത് കൺഫ്യൂസിങ് ആയത്, ലോകസഭയായിട്ട് കൺഫ്യൂസിങ് ആയത്. ക്ലിയർ ആണ്? അപ്പോൾ ഇത്രയും രാജ്യസഭയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. 22ാമത്തെ ക്വസ്റ്റ്യൻ, ഇത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങളെ PSCയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒട്ടും നോക്കിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. കാരണം ഇത് ഏറ്റവും കൂടുതൽ PSCയിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇത് ഈ ക്വസ്റ്റ്യൻ. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണെന്നുള്ള PK തുങ്കൻ കമ്മിറ്റി കേട്ടോ. PK തുങ്കൻ കമ്മിറ്റി റെഡിയാണ്. അത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു കണക്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. കണക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് എത്രയും പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് നിങ്ങൾക്കത് ബൈഹാർട്ട് ആവുന്ന ഒരു കാര്യമാണ്. വേണമെങ്കിൽ ഭരണഘടന അനുസരിച്ച് തൂക്കിക്കൊല്ലാൻ വിധിക്കൊന്നുമല്ല, അങ്ങനെ തൂക്കിക്കൊല്ലാൻ എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് വെച്ചാൽ ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്തത് തുങ്കൻ കമ്മിറ്റിയാണെന്നുള്ളത് കിട്ടും. പിന്നെ ഒരു കാര്യം ഓർത്തിക്കേണ്ടത്, ഇതിൽ തന്നിരിക്കുന്ന കമ്മിറ്റികളൊക്കെ ഏകദേശവും ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റം അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. അതായത് ത്രിതല പഞ്ചായത്ത് സംവിധാനം ഇന്ത്യയിൽ വരാൻ കാരണമായിട്ടുള്ളത് ഈ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഫാദർ ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ ബൽവന്ത് റായ് മേത്തയാണ് കേട്ടോ. ഫാദർ ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവർ ബൽവന്ത് റായ് മേത്ത കൊണ്ടുവന്നത് ത്രിതലയാണ്. ത്രിതല എന്ന് വെച്ചാൽ 3 ടയർ സിസ്റ്റമാണ്. അപ്പോൾ ഇവരെ പേര് തന്നെ നോക്ക്, ബൽവന്ത് റായ് മേത്ത. 3 പേരുണ്ടല്ലോ. അപ്പോൾ 3 പേരുള്ളതാണ് ത്രിതല സംവിധാനം. ഇനി അടുത്ത് നോക്കുക, അശോക് മേത്ത. 2 പേരേ ഉള്ളൂ. 2 പേരുള്ളത് എന്തായിരിക്കും? ദ്വിതല സംവിധാനം കൊണ്ടുവരണത്, ദ്വിതലമാക്കണം. അതായത് ത്രിതല മുമ്പേ ഇയാൾ കൊണ്ടുവന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്താക്കി മാറ്റണമെന്ന്, ദ്വിതലം 2 ടയറായിട്ട് മാറ്റണമെന്ന് പരിഷ്കരിക്കണമെന്ന് ശുപാർശ ചെയ്തു കേട്ടോ. അതൊന്നും അംഗീകരിച്ചില്ല, ശുപാർശ ചെയ്ത കമ്മിറ്റിയാണിത്, അശോക് മേത്ത കമ്മിറ്റി. അപ്പോൾ ആ 2 കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് നോക്കും. 23ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? താഴെ തന്നിരിക്കുന്നതിൽ ഭരണഘടനയുടെ 4ാം അധ്യായത്തിൽ ഉൾപ്പെടാത്തത്. 4ാം അധ്യായത്തിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ നോക്കിയാൽ തുല്യ ജോലിക്ക് തുല്യ വേതനം, ഇത് പെടുന്നുണ്ട്. ഏകീകൃത സിവിൽ നിയമം, ഇതും പെടുന്നുണ്ട്. ഏതാ 4ാം അധ്യായം എന്ന് പറഞ്ഞ ഏതാ? അത് DPSP ആണ്. DPSP എന്ന് വെച്ചാൽ എന്താ? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. 3ാം അധ്യായം ഏതായിരുന്നു? 3ാം അധ്യായമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്. ഓക്കെ, ഇത് ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടോ തന്നെ. 4ാം അധ്യായം എന്ന് പറയുന്നത് DPSP ആണ്. ഓക്കെ, സോ ഇതിൽ വരുന്നതാണ് തുല്യ ജോലിക്ക് തുല്യവേതനം വരുന്നുണ്ട്, ഏകീകൃത സിവിൽ നിയമനം വരുന്നുണ്ട്. പിന്നെന്താ? സംഘടനാ സ്വാതന്ത്ര്യം, ഇതൊന്നും ചെയ്യുന്നില്ല, ഇതിൽ വരുന്നില്ല. അതേപോലെ പൊതു തൊഴിലിൽ തുല്യ അവസരം, ഇതും വരുന്നില്ല. അപ്പോൾ വരാത്തത് ഏതൊക്കെയാണ്? 3, 4 ഇതിൽ വരാത്തത്. 3, 4 നമ്മുടെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ആർട്ടിക്കിൾ 39D എന്ത് പറയുന്നത്? സ്ത്രീക്കും ഇത് ആർട്ടിക്കിൾ 39D ഒക്കെ വരുന്നത് DPSPയിലാണ് കേട്ടോ. DPSPൻ്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ആർട്ടിക്കിൾസൊക്കെ. അപ്പോൾ ആർട്ടിക്കിൾ 39D സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകണമെന്ന് അനുശാസിക്കുന്ന ഏതാ? 39D ആണ്. ഡി എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം കിട്ടും. നമ്മൾ ഇപ്പോൾ സ്ത്രീകളെ ഏകദേശം വിളിക്കുന്ന എഡി എന്നൊക്കെ വിളിക്കില്ല. അപ്പോൾ സ്ത്രീക്കും പുരുഷനും എന്നുള്ളത് അവിടെ കിട്ടും. കാരണം അവരെ പ്രത്യേകിച്ച് സ്ത്രീ എന്നെടുത്ത് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഇതാണുള്ളത്, ഇത് DPSPയിലുള്ളത്. ഇനി ആർട്ടിക്കിൾ 44 യൂണിഫോം സിവിൽ കോഡ്. 44 ഒരേപോലെ അല്ലേ? 4 ഒരേപോലെ. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ നിയമമാണ്. ഓക്കെ,
ഇനി DPSPയെ പറ്റി കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനാണ് DPSP ഏതിൽ നിന്നാണ്, ഏത് ഭരണഘടനയിൽ നിന്നാണ് കടം കൊണ്ടത്? അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് കേട്ടോ. ഏതിൽ നിന്നാണ് കടമെടുത്തതെന്ന് ചോദിക്കാറുണ്ട്. അയർലൻഡ് ഒത്തിരിയോ പ്രാവശ്യം റിപ്പീറ്റഡാണ്. ഇനി ഏത് കമ്മിറ്റിയാണ് ഇത് ശുപാർശ ചെയ്തത്? സപ്രൂവ് കമ്മിറ്റി. ഓക്കെ, മറന്നു പോകണ്ടേ, സപ്രൂവ് കമ്മിറ്റി. പലതും പല കമ്മിറ്റികൾ ശുപാർശ ചെയ്താണ്. ഈ DPSP ശുപാർശ ചെയ്താണ് ഇത് സപ്രൂവ് കമ്മിറ്റി. ഇനി 24 ഒരു കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, കറണ്ട് അഫെയർ ആയതുകൊണ്ട്. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2024 സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ C-Vigil ആണ് കേട്ടോ. C-Vigil. ഓക്കെ, അത് ഓർത്ത് നോക്കാം, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അത് ആ ഒരു ടൈമിലെ കറണ്ട് അഫെയർ ആയിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാണ്. ഇനി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ ഏതാ ആർട്ടിക്കിൾ 324 മറന്നുകൊണ്ടേ. അതേപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് ചോദിക്കാറുണ്ട്. നിലവിൽ വന്ന ഡേറ്റ് 1950 ജനുവരി 25. ഓക്കെ, ജനുവരി 25. അതുകൊണ്ടാണ് വോട്ടേഴ്സ് ഡേറ്റ് ജനുവരി 25 വരുന്നത്, വോട്ടേഴ്സ് ഡേ. അപ്പോൾ ഈ കാര്യം മറന്നുകൊണ്ട. അനുച്ഛേദം 324 ആർട്ടിക്കിൾ 324. അതേപോലെ നിലവിൽ വന്ന ഇയർ വിത്ത് ഡേറ്റ് 1950 ജനുവരി 25 വോട്ടേഴ്സ് ഡേ. ക്ലിയർ ആണല്ലോ? ജനുവരി 26 എന്താ? റിപ്പബ്ലിക് ഡേൻ്റെ തൊട്ട് തലേന്ന്. ഓക്കെ, ഇനി 25ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. യൂണിയൻ ലിസ്റ്റിൽ പ്രതിരോധ ആണവോർജ്ജം ഇത് വരുന്നുണ്ട്. സംസ്ഥാന ലിസ്റ്റിൽ കൃഷി മത്സ്യബന്ധനമൊക്കെ വരുന്നുണ്ട്. പക്ഷേ കൺകറൻറ്റ് ലിസ്റ്റിൽ മദ്യനിയന്ത്രണം ബാങ്കിങ് അല്ല. ഓക്കെ, ബാങ്കിങ് കേൾക്കുമ്പോൾ തന്നെ എനിക്കത് മനസ്സിലാവും യൂണിയൻ ലിസ്റ്റാണെന്നുള്ളത്. ഓക്കെ, അത് പഠിക്കാനുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ ആ ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ആരാണെന്ന് നോക്കിയാൽ മതി. ഏകദേശം നിങ്ങൾക്കത് കിട്ടും. എല്ലാ കേസിലും അല്ല, ഏകദേശം. ഇപ്പം ബാങ്കിങ് എന്ന് പറയുന്നത് എന്താ? കേരള സർക്കാരാണോ ബാങ്കിലേക്കൊക്കെ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നതല്ല, സെൻട്രൽ ഏജൻസികളാണ്. ഇപ്പോൾ SBI അതേപോലെ ബാങ്കുകളായിക്കോട്ടെ, അപ്പോൾ RBI എടുക്കുക, സെൻട്രൽ ഏജൻസിയാണ്. അപ്പോൾ അത് ഏതിലേക്കാണ് വരിക? യൂണിയൻ ലിസ്റ്റിലേക്കാണ് വരിക. ഓക്കെ, അങ്ങനെ ജസ്റ്റ് ഒന്ന് ആ ഒരു ചെറിയ കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ എന്ത് കിട്ടും? അവിടെ കിട്ടും. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ്? 1ഉം 2ഉം ആണ് കേട്ടോ. ഓപ്ഷൻ B ആണ് 1ഉം 2ഉം. നിങ്ങൾ നിർബന്ധമായിട്ട് യൂണിയൻ ലിസ്റ്റ് നിർബന്ധമായിട്ട് പഠിച്ചു നോക്കുക. പിന്നെ കൺകറൻറ്റ് ലിസ്റ്റിൽ കുറച്ചുകൂടി പഠിച്ചു നോക്കുക. അപ്പോൾ അതിൽ രണ്ടിൽ പെടാത്തതായിരിക്കും സ്റ്റേറ്റ് ലിസ്റ്റ് എന്നുള്ളത്. ആ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, അത് മറ്റൊന്ന് വായിച്ചു കിട്ടാൽ മതി. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ കിട്ടുന്നത് ഏകദേശം നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാക്കാൻ പറ്റും. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് യൂണിയൻ ലിസ്റ്റിലാണുള്ളത്. ഇപ്പോൾ പ്രതിരോധം, വിദേശകാര്യ, റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്ന ആരാ? സെൻട്രൽ ഏജൻസിയാണ്. അതേപോലെ തപാൽ, പോസ്റ്റ് ഓഫീസ്, ബാങ്ക്, ലോട്ടറി, സെൻസസ്, പൗരത്വം, ഓർമ്മിക്കണേ, പൗരത്വം, ബാങ്കിങ്, ഇൻഷുറൻസ്, കറൻസി, ബാങ്ക്, റിസർവ് ബാങ്ക്. അപ്പോൾ ഇതൊക്കെ വരുന്നത് ഏതിലാണ്? യൂണിയൻ ലിസ്റ്റിലാണ് ഇത് എല്ലാം വരുന്നത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് നല്ല തറവായിരിക്കുക. അതേപോലെ കൺകറൻറ്റ് ലിസ്റ്റിലെ കുറച്ചെണ്ണം ഉണ്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്, അതും നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിൽ രണ്ടിൽ പെടാത്തതൊക്കെ എന്തിലായിരിക്കും? സ്റ്റേറ്റ് ലിസ്റ്റിലായിരിക്കും എന്നുള്ള ഒരു ഉദ്ദേശം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. ബൈഹാർട്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ കൺഫ്യൂസിങ് ആവും കേട്ടോ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് എളുപ്പമാണ് കുറേ കൂടി പഠിക്കാൻ. 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി കിരൺ റിജിജു കേട്ടോ. അത് നോർമലി പാർലമെൻ്റ് കാര്യം എങ്ങനെയാണ് നമ്മൾ പാർലമെൻ്റ് കാര്യം പാർക്ക് എന്നുള്ള ഓർത്ത് വെച്ചാൽ മതി. പാർക്കാണെന്ന് ഓർത്ത് വെച്ചാൽ പാർലമെൻ്ററി കാര്യം. അതേപോലെ കിരൺ റിജിജു പാർക്ക് KL ഇതും തോന്നുന്നത്. എന്തെങ്കിലും ഒരു കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. അല്ലാതെ ഇതൊന്നും ബൈഹാർട്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്തില്ല, മൈൻഡിൽ നിൽക്കില്ല. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് കണ്ടെത്താനാണ്. ഒന്നാമത്തെ പ്രസ്താവന നോക്കി, 93 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് കേട്ടോ. സംസ്ഥാനമാണ്, മാറിപ്പോണ്ട. 93 വന്നത്? അല്ല, 98 കേട്ടോ. 98 ഡിസംബർ 11 മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റോ, ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനുള്ളത്. ശരിയാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ല ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. ശരിയാണ്. അപ്പോൾ 2, 3 ഇതിൽ ശരിയാണ്, ഓപ്ഷൻ B. പക്ഷെ 1 തെറ്റാണ്. 1ൽ തന്നെ ജസ്റ്റ് ഒരു ഇയർ മാത്രമാണ് എന്ത് അവിടെ തെറ്റായിട്ട് വന്നുള്ളത്. ജസ്റ്റ് പെട്ടെന്ന് ഇത് 93 എന്നുള്ളത് 98 വായിച്ചു പോയി കഴിഞ്ഞാൽ എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷനിലേക്ക് ആ ഉദ്യോഗാർത്ഥി പോകും. അപ്പോൾ നെഗറ്റീവ് അടിക്കും. ശ്രദ്ധിച്ച് വായിച്ചോണം. പ്രത്യേകിച്ച് 93 ചില കമ്മീഷനുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് കൺഫ്യൂസിങ് ആയി പോരുത്. അപ്പോൾ 98 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത്. സംസ്ഥാനങ്ങളുടെ കാര്യമാണ് പറയുന്നത്.
തിരുവനന്തപുരത്താണ് അതിൻ്റെ ആസ്ഥാനം. ആദ്യത്തെ ചെയർമാനും ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ചെയർമാൻ ആരാ? ജസ്റ്റിസ് എം എം പരീത് പിള്ള, ഫസ്റ്റ് ചെയർമാൻ കേട്ടോ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കേരളത്തിലെ. ഇനി ഇപ്പോൾ ഉള്ളതാരാ? ഇപ്പോൾ ഉള്ളത് മാറുമേ, നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾ മാറ്റി പഠിച്ചോണം. ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് CJ അലക്സാണ്ടർ തോമസ് ആണ് മനുഷ്യാവകാശമായിട്ട് മനുഷ്യൻ കേട്ടോ. മനുഷ്യൻ എന്നുള്ളത് ഇവിടെ കിട്ടുമെങ്കിൽ MS മനുഷ്യൻ മാസ് എന്നുള്ളത് കിട്ടുമെങ്കിൽ ആ കണക്ഷൻ അവിടെ കൊടുക്കാം. ഇനി ഇതിലിടക്ക് ചോദിക്കുന്ന LDക്കൊക്കെ മുമ്പ് ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനെ മറ്റംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ. ഇവരെ ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ട്, അതിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്നുള്ളത്. അതിലെന്തായാലും മുഖ്യമന്ത്രി ഉണ്ടാവും. മുഖ്യമന്ത്രിൻ്റെ എന്തായാലും പ്രതിപക്ഷ നേതാവ് ഉണ്ടാവും, പിന്നെ സ്പീക്കർ ഉണ്ടാവും, ആഭ്യന്തരമന്ത്രി ഉണ്ടാവും. ഓക്കെ, 4 പേരാണ്. ഈ 4 പേരെ നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഇവരെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളാണിത്. ഇനി 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയാണ് എഴുതേണ്ടത് കേട്ടോ. ശരി. അഴിമതി നിയന്ത്രിക്കുന്നതിന് കാര്യം കറക്റ്റാണ്. കാരണം വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ അഴിമതി ഉണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ചില പഞ്ചായത്തുകളിലൊക്കെ ഈ കൺസ്ട്രക്ഷൻ എത്ര രൂപയായി എന്നുള്ളത് അവർ RTI കൊടുക്കും. അപ്പോൾ അവർ തിരിച്ച് തരുന്ന നമുക്കത് വെച്ച് നോക്കാം അഴിമതി നടന്നിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഇനി ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാകുന്നതിന് ശരിയാണ്. കാരണം ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ഇതിൽ ചോദിക്കാം, RTI വഴി ചോദിക്കാം എത്ര സമയത്തിനുള്ളത് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഗവൺമെൻറ് പ്രവർത്തനങ്ങൾ സുതാര്യമാണ്. കാരണം ഈ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവർ ഇൻഫർമേഷൻ തരുന്നതുകൊണ്ട് അത് സുതാര്യമാണ്, അതിലൊരു കോൺഫിഡൻഷ്യൽ ഇല്ല, ഒരു സീക്രട്ട് ഇല്ല. 3 സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ഇവിടെ ശരിയാണ്. RTI ബന്ധപ്പെട്ട 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി RTI ബന്ധപ്പെട്ട സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അതിൽ ഒന്ന്, RTI നിയമമാണ് എന്തറിയപ്പെടുന്നത്? ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത്. മറന്നു വേണ്ട, RTI റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റാണ് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം. ഇനി 1997 തമിഴ്നാട്ടിലാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? RTI ആക്ട് നിലവിൽ വരുന്നത്. ഇന്ത്യയിൽ പിന്നെയാണ് വരുന്നത് കേട്ടോ. ഇന്ത്യയിൽ 2005 വരുന്നത്. 97 തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? തമിഴ്നാട്ടിൽ വരുന്നുണ്ട്. ഓക്കെ. ഇനി 2005 ഒക്ടോബർ 12 RTI ആക്ട് നിലവിൽ വരുന്നത് ഇന്ത്യയിലൊട്ടാകെ, ഒക്ടോബർ 12. ഇനി ഇതിൽ 2019 ഒരു ഭേദഗതി വന്നിട്ടുണ്ട് കേട്ടോ, ഓർത്തോക്കണേ. 2019 വിവരാവകാശ നിയമം ഭേദഗതി വന്ന ഇയർ ചിലപ്പോൾ ചോദിക്കാം, 2019. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോക തണ്ണീർത്തട ദിനം. ഇതും എത്രയോ പ്രാവശ്യം പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തടം, വെറ്റ്ലാൻഡ് ഡേ. ഓക്കെ, തണ്ണീർത്തട ദിനം. ഇനി ചില ഇയർ ഡേറ്റുകൾ ചോദിക്കാം, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കേ. ജൂലൈ 11 അറിയോ? ജൂലൈ 11 വേൾഡ് എന്ത് ഡേ ആണ്? പോപ്പുലേഷൻ ഡേ കേട്ടോ, ലോക ജനസംഖ്യ ദിനമാണ്. ഏപ്രിൽ 7 ലോകാരോഗ്യ ഡേ, വേൾഡ് ഹെൽത്ത് ഡേ. ഒക്ടോബർ 1 2 പ്രത്യേകത ഉണ്ട്. എന്തൊക്കെയാണ്? ഒക്ടോബർ 1 എന്താണ്? വയോജന ദിനമാണ് 1. പിന്നെ ബ്ലഡ് ഡൊണേഷൻ ദിനം കൂടിയാണ്. ഓക്കെ, ബ്ലഡ് ഡൊണേഷൻ ദിനം ഞാൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. വേൾഡ് പോപ്പുലേഷൻ ഡേ ആണ് ഇത് ആദ്യം കൊടുത്ത ജൂലൈ 11 കേട്ടോ. ഇത് അറിയില്ലെങ്കിൽ നിങ്ങൾ എഴുതി വെക്കണം. ഇതൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. വേൾഡ് പോപ്പുലേഷൻ ഡേ, ജനസംഖ്യാ ദിനമാണ് ജൂലൈ 11. ഇനി അടുത്തത് ഈ കൊടുത്തിരിക്കുന്ന ഏപ്രിൽ 7 ഇത്. ഏപ്രിൽ 7 വേൾഡ് ഹെൽത്ത് ഡേ. അതേപോലെ ഒക്ടോബർ 1 ഇൻ്റർനാഷണൽ ഡേ ഫോർ ഓൾഡർ പേഴ്സൺ. ഓക്കെ, ലോക വയോജന ദിനം എന്നാണ് മലയാളത്തിൽ കൊടുക്കുക, അതുകൊണ്ടാണ് ഞാൻ മലയാളത്തിൽ പറയുന്നത്. അടുത്ത നാഷണൽ വോളണ്ടറി ബ്ലഡ് ഡൊണേഷൻ ഡേ, ദേശീയ രക്തദാന ദിനം കേട്ടോ, അങ്ങനെയാണ് പറയാം. ഇത് അങ്ങനെ തന്നെ പഠിക്കണം, കാരണം മലയാളത്തിൽ വന്നു കഴിയുമ്പോൾ നിങ്ങളത് കൺഫ്യൂസിങ് ആവരുത്. പിന്നെ അവിടെ ദേശീയ രക്തദാന ദിനം. ഓക്കെ, പിന്നെന്താ? ഒക്ടോബർ 1 രണ്ടാമത്തെ പ്രത്യേകത എന്താ? വേൾഡ് ലോക വയോജന ദിനം കേട്ടോ. ലോക വയോജന ദിനമാണ്, ലോക വയോജന ദിനം. ഈ 2 കാര്യങ്ങളും ഇതിൽ പഠിക്കും. ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കി. ഇതും കറണ്ട് അഫെയർ ആണ്, കറണ്ട് അഫെയർ പെടുത്താവുന്ന ക്വസ്റ്റ്യൻ ആണ്. കേരള സംസ്ഥാനത്തിൻ്റെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാ? വി ശിവൻകുട്ടി കേട്ടോ. വി ശിവൻകുട്ടി എന്നുള്ള പേരിൽ തന്നെ 2 കാര്യങ്ങളുണ്ട്. കാരണം വി ശിവൻകുട്ടിക്ക് 2 പോസ്റ്റുകളാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം മന്ത്രി ശിവൻകുട്ടിയാണ്. പിന്നെ എന്താ? ലേബർ, തൊഴിലും എന്താണ്? ശിവൻകുട്ടിയാണ്. ഈ ശിവൻകുട്ടിയിലെ ഈ ലാസ്റ്റ് ഇങ്ങടുത്ത ആൺകുട്ടി എന്ന് വായിക്കാം അല്ലേ നിങ്ങൾക്ക്? അത് ഇംഗ്ലീഷ് ചെയ്തുമ്പോൾ കറക്റ്റായിട്ട് വരും. ശിവൻകുട്ടി എന്നുള്ളത് ആൺകുട്ടി എന്നുള്ളത് കേട്ടോ. ആൺകുട്ടികൾക്ക് എപ്പോഴും കല്യാണം ആലോചിക്കുമ്പോൾ എന്താ ചോദിക്കുക? ആൺകുട്ടികൾക്ക് തൊഴിലെന്താണെന്നാണ് ചോദിക്കുക. പെൺകുട്ടികളാണെങ്കിലോ അവരെത്ര വരെ പഠിച്ചു എന്ന് ചോദിക്കും അല്ലേ? അപ്പോൾ ശിവൻകുട്ടി എന്നുള്ളതിൽ കുട്ടി എത്ര വരെ പഠിച്ചു എന്നുള്ളതും
അല്ലെ കുട്ടിക്ക് എന്താണ് ജോലി എന്നുള്ളതോ അത് രണ്ടും അവിടെ തന്നെ കിട്ടും. അത്രയും സിമ്പിളാണ്. ഇത് മന്ത്ലി മാറുമ്പോൾ നിങ്ങൾ മാറ്റി പഠിച്ചോണേ, കാരണം ഞാൻ എടുക്കുമ്പോഴുള്ള ടൈമിലുള്ള കാര്യങ്ങളെ ഞാൻ പറയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ പ്രത്യേകിച്ച് മന്ത്രിമാരെയും അതേപോലെ ആളുകളുടെ പേരുകൾ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് മാത്രമേ പഠിക്കാവൂ. കാരണം ഇവരൊക്കെ മാറിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് അടുത്ത PSC എക്സാം എഴുതുമ്പോൾ ഇതൊക്കെ മാറി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൺഫ്യൂസിങ് ആവും പിന്നെ എക്സാമുകൾ ചെയ്തുമ്പോൾ. അപ്പോൾ കണക്ഷൻ കൊടുത്ത് മാത്രം പഠിക്കാൻ പറ്റുന്നതൊക്കെ. അപ്പോൾ ഇത്രയാണ് 30 ക്വസ്റ്റ്യൻസ്. നമുക്കിനി 31 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസ് അടുത്തൊരു പാർട്ടിലാക്കിയിട്ട് ചെയ്യാം. ഓക്കെ, ബൈ.